വ്യക്തി കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല. വിജ്ഞാനത്തിന്റെ പ്രവാഹം അദ്ദേഹത്തിൽ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലും വിജ്ഞാനത്തിനെ തേടിയുള്ള നിരന്തര യാത്രയായിരുന്നു ഓരോ ദിവസവും. സാഹിത്യ മേഖലയിൽ, തത്വചിന്താ മേഖലയിൽ, ചരിത്ര മേഖലയിൽ, സാമ്പത്തിക ശാസ്ത്രരംഗത്ത്, ശാസ്ത്രരംഗത്ത് എല്ലാം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം അവസാന നാളുകളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എത്തപ്പെടാത്തൊരു മേഖലയിലേക്ക് എത്തി. നരവംശ ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടി. ആന്ത്രോപോളജിയിൽ കെ ദാമോദരൻ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് പല ചരിത്രകാരന്മാരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കയ്യെത്താത്ത ഒരു വിഷയങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇത്രമാത്രം ബുദ്ധിവൈഭവം ഒരു മനുഷ്യൻ എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതാതിരേകത്തോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മികച്ച സംഘാടകൻ, മികച്ച വാഗ്മി, മികച്ച രാഷ്ട്രീയ നേതാവ്, മികച്ച എഴുത്തുകാരൻ, മികച്ച ഗ്രന്ഥകർത്താവ്, മികച്ച ലോക കമ്മ്യൂണിസ്റ്റ് നേതാവ്. സോവിയറ്റ് യൂണിയനിൽ ബോറിസ് പാസ്റ്റർനാക് വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സോവിയറ്റ് ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കെതിരെ മോസ്കോ സന്ദർശിക്കുന്ന സമയത്ത് സോവിയറ്റ് തലവൻ ക്രൂഷ്ചേവിന്റെ മുഖത്ത് നോക്കി താങ്കളുടെ നയം തെറ്റാണെന്ന് പറയുന്ന ഈ മലപ്പുറം ജില്ലയിലെ കെ ദാമോദരൻ. ചൈന സന്ദർശിക്കുന്ന സമയത്ത് ഇന്ത്യ ചൈന ബന്ധത്തിനെ കുറിച്ചുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ചൈനീസ് നയം തെറ്റാണെന്ന് പറഞ്ഞ ചൗവല്ലായുടെ മുഖത്ത് നോക്കി പറയുന്ന സഖാവ് കെ ദാമോദരൻ. താൻ ഏറ്റവും അധികം ആദരിച്ച ലോക കമ്മ്യൂണിസ്റ്റ് നേതാവ് ഹോച്ചിമിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹോച്ചിമിനുമായി ദീർഘനേരം നേരിട്ട് സംഭാഷണം നടത്തുന്ന കെ ദാമോദരൻ. അനന്യമായ പ്രതിഭാസാഗരത്തിന്റെ നിറഞ്ഞു തുളമ്പുന്ന വ്യക്തിത്വം. ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് സംഭാഷണ ചാതുരിയിലൂടെ തന്റെ സ്വതസിദ്ധമായ ആശയങ്ങളെ ജനങ്ങളുടെ മുന്നാകെ അവതരിപ്പിച്ചിട്ടുള്ള മഹാപണ്ഡിതൻ. കെ ദാമോദരൻ ജനിച്ചത് തിരൂരിലാണ്. മലയാള ഭാഷയുടെ പിതാവ് ജനിച്ചതും തിരൂരിലാണ്. തുഞ്ചത്താചാര്യൻ ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പോരാടി. തുഞ്ചത്താചാര്യൻ ആ അമ്പലത്തറയിലിരുന്ന ബ്രാഹ്മണ കുട്ടികൾ വേദമന്ത്രം ചൊല്ലുന്നത് തെറ്റാണെന്ന് കണ്ടപ്പോൾ കാട് കാട് തെറ്റ് തെറ്റ് എന്ന ബ്രാഹ്മണ കുട്ടികളെ തിരുത്തി ആ ജാതിയിൽ നീചനായിട്ടുള്ള രാമാനുജൻ. അതേപോലെ ഭൂജന്മിത്വത്തിനെതിരായ പോരാട്ടം നടത്തി തന്റെ അമ്മാമന്മാർക്കെതിരായി ജന്മിത്ത മേൽക്കോയ്മയ്ക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുള്ള കീഴേടത്ത് ദാമോദരനാണ് മലയാളിയെ മാർക്സിസത്തിന്റെ ഹരിശ്രീ പഠിപ്പിച്ചത്. ഒരാള് മലയാള ഭാഷയുടെ ഹരിശ്രീ കുറിച്ചുവെങ്കിൽ മറ്റാള് മാർക്സിസത്തിന്റെ ഹരിശ്രീ എഴുതിപ്പിച്ചു ഈ തിരൂരിന്റെ മണ്ണിൽ നിന്നുള്ള രണ്ട് യുഗപ്രതിഭകൾ. കെ ദാമോദരൻ അനന്യനായിരുന്നു. He was a versatile genius. അനന്യമായ ദിഷണകൾ ഒരുമിച്ച് ഒരാളിൽ സംഗമിക്കുന്ന അപൂർവമായ പ്രതിഭകളെയാണ് വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് പറയുക. അങ്ങനെയുള്ള മഹാരഥനായിട്ടൊരു സഖാവായിരുന്നു സഖാവ് കെ ദാമോദരൻ. കൈവയ്ക്കാത്ത മേഖലകളില്ല. സാധാരണ ജനങ്ങളോടൊപ്പം അദ്ദേഹം പണിയെടുക്കുമ്പോൾ, അവരെ സംഘടിപ്പിക്കുമ്പോൾ, ബീഡി തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദിശണ ഉന്നതമായിട്ടുള്ള ആത്മീയ രംഗത്തെക്കുറിച്ചും ഭൗതിക രംഗത്തെക്കുറിച്ചും എല്ലാമുള്ള ഗഗനമായ വിഷയങ്ങളെ കുറിച്ചായിരുന്നു. കാശി വിദ്യാപീഠത്തിൽ പഠിക്കാൻ പോയി 18-ാം വയസ്സിൽ. അന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിവർത്തനം ചെയ്തു അദ്ദേഹം. സമസൃഷ്ടിവാദം എന്നുള്ള പേരിലാണ് വിവർത്തനം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് വിവർത്തനം ചെയ്താൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് സമസൃഷ്ടിവാദം എന്നുള്ള പേരിൽ വിവർത്തനം ചെയ്ത് ആ ലഘുലേഖ വിറ്റ് കിട്ടിയിട്ടുള്ള കാശുമായിട്ടാണ് കാശി വിദ്യാപീഠത്തിൽ പഠിക്കാൻ പോയത്. ആ പഠിക്കാൻ പോയ സമയത്താണ് 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം മറ്റൊരു ലഘുലേഖ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രം എഴുതുന്നത്. വിദ്യാർത്ഥിയായിട്ട് 19-ാമത്തെ വയസ്സിൽ അവിടെ ചെന്ന് പഠിക്കുന്നത് ആരോടൊപ്പം? ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കെ ദാമോദരന്റെ ക്ലാസ്മേറ്റ്.
ആചാര്യ നരേന്ദ്രദേവ്, R.D. മജുംദാർ, ഇവരൊക്കെ കെ ദാമോദരന്റെ സഹപാഠികളാണ്. ഇവരുടെയൊക്കെ അനന്യമായ സ്വാധീനത്തിന്റെ വലയത്തിൽപ്പെട്ടാണ് കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രദേവ് യാദവിന്റെയും ഈ R.D. മജുംദാറിന്റെയും അസാമാന്യമായിട്ടുള്ള സർഗ പ്രതിഭകളുടെ കേളീരംഗം. സാധാരണക്കാരനായ സഖാവ് ഒരു വശത്ത്, മറുവശത്ത് ഹിമാലയത്തോളം ഉയർന്നു നിൽക്കുന്ന ശിരസ്സുമായി വിജ്ഞാനത്തിനെ ആവാഹിച്ചിട്ടുള്ള ബുദ്ധിവൈഭവത്തിന്റെ അനന്യമായ പ്രതിഭാസാഗരത്തിന്റെ ഒരു മഹാപ്രതീകം. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഈ മലപ്പുറം ജില്ലയിൽ ജനിച്ച് ലോകത്തിലെ മാർക്സിസത്തിന്റെ തത്വങ്ങളെ കൊണ്ട് അമ്മാനമാടിയത് അദ്ദേഹം. ആ മനുഷ്യൻ ലോകത്തില് കൈവയ്ക്കാത്ത രംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടവാക്കി എന്നുള്ള നാടകം എഴുതി പൊന്നാനി താലൂക്കിലെ കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പൊന്നാനിക്കടുത്തുള്ള വടക്കേക്കാട് പ്രദേശത്ത് ആ നാടകാവതരണം നടക്കുമ്പോൾ EMSന്റെ നിർദ്ദേശാനുസരണം ആ നാടകം എഴുതി അവതരിപ്പിച്ചു. 1 മാസം 2 മാസം ഇരുന്നിട്ടല്ല നാടകം എഴുതിയത്. EMS പറയുന്നത് സമ്മേളനത്തിന്റെ 3 ദിവസം മുമ്പാണ്. 3 ദിവസം കൊണ്ട് നാടകം എഴുതി അവതരിപ്പിച്ചു. നാടകത്തിൽ പ്രധാന നടിവേഷം കെ ദാമോദരൻ തന്നെ കൈകാര്യം ചെയ്തു. ആ നാടകമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തിന് കൂളിലക്കം സൃഷ്ടിച്ചുകൊണ്ട് ജനതയെ മാറ്റിമറിച്ചിട്ടുള്ളത്. അത്രമാത്രം രാഷ്ട്രീയ ജ്വരം ആ നാടകം കഴിഞ്ഞിറങ്ങുമ്പോൾ അന്നത്തെ നാടകത്തിലെ കാണികൾ മണ്ണിലിരുന്നാണ് നാടകം കാണുക. 100 കണക്കിന് മനുഷ്യന്മാർ നാടകം കണ്ടിറങ്ങുമ്പോൾ കർഷക തൊഴിലാളി ഐക്യം സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വിളിച്ചാണ് ആ നാടകത്തിൽ അദ്ദേഹം പിരിഞ്ഞു പോകുന്നത്. നാടകത്തിലെ കാണികൾ EMSും കെ ദാമോദരനും വന്ന് ഉയർത്തിവിട്ടിട്ടുള്ള ആ നാടകരംഗത്തിലൂടെ ഉണ്ടായിട്ടുള്ള ആശയങ്ങൾ അപാരമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തിനെ സ്വാധീനിച്ചു. നാടകം കളിക്കാത്ത വേദികൾ ഉണ്ടായിരുന്നില്ല, സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാടകരംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പിന്നെ ഇറങ്ങി ചെല്ലുന്നതോ ഭാരതീയ ചിന്തയിലേക്കും ഇന്ത്യയുടെ ആത്മാവിലേക്കും. ഇന്ത്യയുടെ ആത്മാവ് ഒരു അന്വേഷണത്തിന്റെ ആരംഭമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രം നടത്തേണ്ട ഒരു അന്വേഷണമായിരുന്നില്ല ഇത്. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട മനുഷ്യരെ, ഓരോരുത്തരും അന്വേഷണം നടത്തുക. ഈ രാജ്യത്തിലെ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോകണമെങ്കിൽ ആ രാജ്യത്തിന്റെ പൈതൃകങ്ങളെയും ദർശനങ്ങളെയും സ്വായത്തമാക്കിക്കൊണ്ട് ഉജ്ജ്വലമായ സംസ്കൃതിയെ സ്വാംശീകരിച്ചുകൊണ്ട് ഇതിന്റെ ദർശനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഉറച്ച ചിന്തയുടെ ഫലമായിട്ടാണ് ഭാരതീയ ചിന്ത എഴുതിയത്, ഇന്ത്യയുടെ ആത്മാവ് എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ ഭാരതീയ ദർശനങ്ങളെ സാഖ്യയോഗത്തിനെ കുറിച്ചും വൈശേഷിക യോഗത്തെക്കുറിച്ചും ഗഹനമായ പഠനം നടത്തി. ഇന്ത്യയുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ആത്മീയ ചിന്തകൾ മാത്രമല്ല, ഭൗതിക ചിന്തകളും ഇന്ത്യയുടെ മണ്ണിൽ ധാരാളം ഉണ്ടെന്ന് സാഖ്യയോഗം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി, ഒരുപാട് എഴുത്തുകൾ നടത്തി. ഭൗതികവാദപരമായിട്ടുള്ള ചിന്താഗതികൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ കാലാകാലങ്ങളായി നിലനിന്നു. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചു, ഒരുപാട് സ്ഥലത്ത് എഴുതി. അങ്ങനെ ഭൗതിക ചിന്തകളുടെ കൂടി സമന്വയമാണ് ഇന്ത്യയുടെ ദർശനങ്ങൾ. അല്ലാതെ ഇന്നത്തെ സംഘപരിവാറിന്റെ വക്താക്കൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ ഇതൊരു ആത്മീയവാദത്തിന്റെ കേന്ദ്ര രംഗമായിരുന്നില്ല. ഒരുപക്ഷേ താൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം ഇന്ത്യയിൽ വരാൻ പോകുന്ന ഹിന്ദുത്വവാദ ബീഭത്സതയെ കുറിച്ച്. അതറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭാരതീയ ചിന്ത എഴുതിയത്. ഇന്ത്യയുടെ ബഹുസ്വരതയെ കുറിച്ച്, ഇന്ത്യയുടെ വൈവിധ്യത്തിനെ കുറിച്ച്, ഇന്ത്യയുടെ ചില പുരാതനമായിട്ടുള്ള ദർശനങ്ങളുടെ സൗന്ദര്യത്തിനെ കുറിച്ച്, മനുഷ്യൻ ഉണ്ടായ കാലഘട്ടം മുതൽ, ശിലായുഗം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം മുതൽ വരെ സഖാവ് വിവരിക്കുന്നുണ്ടതിൽ. അതിലെല്ലാം വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതയുടെയും ഉജ്ജ്വലമായിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങളും മനോഹാരിതയും സരളമായ ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ ജനങ്ങളോട് വിവരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയപ്പോൾ ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയതാണോ എന്ന് ലോകം അത്ഭുതപ്പെട്ടു. സോവിയറ്റ് യൂണിയനിൽ പോയ സമയത്ത് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നു. 1-2 തവണ പോയിട്ടുണ്ട് അദ്ദേഹം. പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് സഖാവ് ദാമോദരനെ കാണാൻ വരിക ആശുപത്രിയിലേക്ക്. അന്ന് ഭാരതീയ ചിന്തയുടെ റഷ്യൻ ഭാഷയിലുള്ള തർജ്ജമ ഇറങ്ങുകയാണ് അവിടെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതണം അദ്ദേഹം. കുറിപ്പ് എഴുതിയിട്ട് പ്രവതയിലേക്ക് അയച്ചു, സോവിയറ്റ് മുഖപത്രത്തിലേക്ക്.
ആ പ്രവതയിലേക്ക് അയച്ച കുറിപ്പിൽ സോവിയറ്റ് പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചുള്ള ചില വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പോളിറ്റ് ബ്യൂറോ മെമ്പർ കാണാൻ വന്നു ആശുപത്രിയിലേക്ക്. ചർച്ച ചെയ്തത് സഖാവെ എങ്ങനെ എഴുതി, ഈ ആശുപത്രിയിൽ കാണാൻ വരുന്ന ആളെ ആശുപത്രിയിൽ വന്ന് രോഗിയുടെ വിവരം അന്വേഷിക്കുക, ആദ്യം എൻ്റെ കത്ത് പ്രസിദ്ധീകരിക്കും, പിന്നെയാകാൻ ചർച്ച എന്ന് മോസ്കോ പട്ടണത്തിൽ ആശുപത്രിയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള അനിശ്ചിതനായ നേതാവ്. ഇന്ന് നേതാക്കന്മാരെ കണ്ട മിക്കവാറും പേടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ആ സഖാവ് എവിടെ? ഇന്നത്തെ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എവിടെ? മുഖത്ത് നോക്കി വർത്തമാനം പറയും. ചൊവ്വല്ലായുടെയും ക്രൂഷ്ചേവിന്റെയും ഹുചീമിന്റെയും മുഖത്ത് നോക്കിയിട്ട്. അങ്ങനെ സോവിയറ്റ് ആക്രമണങ്ങൾ നടക്കുന്നു. ചെക്കോസ്ലോവാക്യ ആക്രമിക്കുന്നു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കപ്പെടുന്നു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നയങ്ങൾക്കെതിരാണെന്ന് കെ ദാമോദരൻ ലേഖനം എഴുതുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ പാടില്ല എന്ന് അസംദിഗ്ധമായ ഭാഷയിൽ കെ ദാമോദരൻ ലേഖനം എഴുതി. വലിയ വിവാദമായി ഇന്ത്യയിൽ. പലരും അതിനെ വിമർശിച്ചു, പലരും അതിനെ അനുകൂലിച്ചു. അങ്ങനെ ലേഖന പരമ്പര എഴുതിയതിന്റെ പേരിൽ ദാമോദരൻ സഖാവ് ശിക്ഷാ നടപടിക്ക് വിധേയമായി പാർട്ടിക്കുള്ളിൽ. ഈ ശിക്ഷ വരുമെന്നറിഞ്ഞിട്ടും അദ്ദേഹം ആ ശിക്ഷ സ്വീകരിച്ചു. അത് എന്നിട്ടും അദ്ദേഹം തന്റെ അഭിപ്രായത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. ഒരിക്കൽ തന്റെ അഭിപ്രായം മനസ്സിൽ സ്വരൂപിച്ചെടുത്താൽ ആ അഭിപ്രായത്തിന് പിൻവാങ്ങുന്ന വിഷയമില്ല. ആരുടെ മുഖത്ത് നോക്കിയിട്ടും അഭിപ്രായം പറയും. ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കിയിട്ടും പറയും. ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ടും പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ദാമോദരൻ ശിക്ഷ ഏറ്റുവാങ്ങി. പക്ഷേ പ്രപഞ്ചത്തിന്റെ കാവ്യനീതി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പ്രതികാരം എന്ന് പറയാം. ദാമോദരൻ സഖാവ് മരിച്ചതിന് ശേഷം അതേ പാർട്ടി പത്രത്തിലും പാർട്ടി വാരികകളിലും ഇതേ ലേഖനങ്ങൾ പിന്നീട് പാർട്ടി പ്രസിദ്ധീകരിച്ചു. സഖാക്കളോട് ഇത് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് പ്രപഞ്ചത്തിന്റെ കാവ്യനീതി. ആ ലേഖനങ്ങളൊക്കെ സഖാക്കൾ വായിക്കണം. അദ്ദേഹത്തിന്റെ മകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ മകളോട് സ്റ്റേജോട് പറയുകയായിരുന്നു, എങ്ങനെയാ ഇത്ര വലിയൊരു ബുദ്ധി ആ മസ്തിഷ്കത്തിൽ ഉണ്ടായത്? അപാരമായ ബുദ്ധിയുടെ ദീർഘദർശിത്വത്തിന്റെ ക്രാന്തദർശിത്വത്തിന്റെ പ്രതീകം. ഇത്ര മഹാനായ ഒരു സഖാവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്മരിക്കപ്പെടേണ്ട ആ മേഖലയിൽ എപ്പോഴും കൊണ്ട് നടക്കണം. വിസ്മരിക്കാൻ പാടില്ല. തീർന്നില്ല അവിടെ. സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും വലിയ താത്വികാചാര്യൻ ഉള്യാനോവ്സ്കിയെ ഇവിടെ പ്രസിദ്ധമായ രേഖകൾ പുറത്തു വന്നു. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ സ്വാഗതം ചെയ്തു. ഡൽഹിയിൽ നിന്ന് സഖാവ് ദാമോദരൻ അതിനെ വിമർശിച്ചു. അന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനായ സോവിയറ്റ് യൂണിയനിലെ താത്വികാചാര്യൻ ഒരു ലേഖനം എഴുതിയാൽ അതിനെ സ്വീകരിക്കണമെന്നാണ് വെപ്പ്. ദാമോദരൻ തയ്യാറായില്ല. വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി. അതിനും അദ്ദേഹം ധൈര്യം കാണിച്ചു. അങ്ങനെ തന്റെ അഭിപ്രായം എവിടെയും തുറന്നു പറയും. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയെ വിമർശിക്കും, പാർട്ടിയുടെ നയങ്ങളെ സ്വീകരിക്കും. തനിക്ക് ചേരാത്ത അഭിപ്രായങ്ങളെ പാർട്ടി ഘടകത്തിൽ വെച്ച് അദ്ദേഹം വിമർശിക്കും. അദ്ദേഹം പറഞ്ഞു, മനസ്സ് അടിമപ്പെടുത്തരുതാർക്കും. മാനസിക അടിമത്തത്തിന് അതീതമാകണം കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ. മനസ്സും തലച്ചോറും അടിമപ്പെടുത്തിയാൽ പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല എന്ന് ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം എഴുതി. മാനസിക അടിമത്തത്തിനെതിരെ എന്നുള്ള പ്രബന്ധത്തിൽ. മസ്തിഷ്കം അടിയറ വയ്ക്കാൻ പാടില്ല എന്ന് കെ ദാമോദരന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വഴിയാണത്. അതാണ് അദ്ദേഹം തന്റെ ജീവിതത്തിൽ മുഴുവൻ കാണിച്ചു തന്നത്. എല്ലാ മേഖലകളിലും കൈവലി. ഇത്രമാത്രം വിജ്ഞാനം തേടി സമാഹരിച്ചിട്ടുള്ള ഒരാള് ഒരു നിഷേധിയാകുന്നതിൽ അത്ഭുതമില്ല. ഇത്ര വലിയ വിജ്ഞാനം നേടുമ്പോൾ സ്വാഭാവികമായ ആരുടെ മുന്നിലും തലകുനിക്കില്ല. അങ്ങനെയുള്ള തലകുനിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വന്നതൊക്കെ ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ആന്തരിക വിമർശകൻ എന്നാണ്, ക്രിട്ടിക്കൽ ഇൻസൈഡർ. എന്തിനേയും വിമർശിക്കാനുള്ള ഒരു ത്വര അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിജ്ഞാനം കൂടിപ്പോയത് കൊണ്ടാണോ അങ്ങനെയുള്ള ഒരു വിമർശന ബുദ്ധി അദ്ദേഹത്തിന് കൈവന്നതെന്ന് ഇപ്പൊ 4-5 മാസം മുമ്പ് അന്തരിച്ച ഇന്ത്യ കണ്ട ഏറ്റവും പ്രസിദ്ധ ചരിത്രകാരനായ കെ.എൻ. പണിക്കർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം വിജ്ഞാനം ഉണ്ടാകുമ്പോൾ ഒരാളെയും അനുസരിക്കില്ല. അത്രമാത്രം അപാരമായ വൈജ്ഞാനിക സമ്പത്തിന്റെ ഉടമയായിരുന്നു സഖാവ് കെ ദാമോദരൻ. 1957 മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം എഴുതി, ഇന്ത്യയുടെ ആത്മാവിന്റെ അവസാന ഖണ്ഡികയിൽ അദ്ദേഹം എഴുതുന്നു, 57 അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. സഖാക്കളെ, ഇത് മനുഷ്യന്മാരുടെ ഭരണകൂടമാണ്.
ഈ ഭരണകൂടം എല്ലാവരെയും ചേർത്ത് പിടിക്കണം, എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ചേർത്ത് പിടിക്കണം. നമ്മൾ മാത്രം ഭരിക്കുന്ന ഭരണകൂടമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന ഭരണകൂടത്തിന്റെ വക്താക്കളായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ കാലക്രമേണ എല്ലാവരെയും ഒന്നിച്ചു പോകുമ്പോഴാണ് ഇതിന്റെ അന്തസന്ധയ്ക്ക് സാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നൊന്ന് തിരിഞ്ഞ് പരിശോധിക്കണം. ഒരാൾ മാത്രം മതിയോ എന്ന് ചിന്തിക്കണം, എല്ലാവരും കൂടണ്ടേ എന്ന് ചിന്തിക്കണം. ഇതൊക്കെ എത്ര ദീർഘദർശിത്വത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു. ചന്ദനത്തോപ്പ് വെടിവെപ്പുണ്ടായി, 1-2 പേര് മരിച്ചു. ആ കാലഘട്ടത്തിൽ EMS മന്ത്രിസഭ അധികാരത്തിലിരുന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയായി. എല്ലാവരും ദാമോദരൻ സഖാവ് അതിനെ എതിർത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും ഈ വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുത്തപ്പോൾ ഇതിനെ എതിർത്തിട്ടുള്ള സഖാവ് ദാമോദരനോട് തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു ചന്ദനത്തോപ്പിൽ പോയിട്ട് പ്രസംഗിക്കാൻ. കാരണം ദാമോദരൻ പ്രസംഗിച്ചാൽ ജനം കേൾക്കും. കേരളം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികനായിരുന്നു അദ്ദേഹം. ദാമോദരൻ ചന്ദനത്തോപ്പിൽ പോയി നൂറുകണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോഴേക്കും മോഹാലസ്യപ്പെട്ട് വീണ് ഛർദ്ദിച്ചുവെന്ന് പത്നിയെടുത്ത് എഴുതുന്നുണ്ട് ഭാര്യ. കാരണം മനസാക്ഷി കുത്തുകൊണ്ട്. എന്നാൽ പാർട്ടി പറഞ്ഞത് കേൾക്കുകയും വേണം. ഇതൊക്കെ ആ മനുഷ്യനെ കുറിച്ച് വിവിധ വശങ്ങൾ പഠിക്കുമ്പോൾ എന്തൊരു അസുലഭമായ ജന്മമായിരുന്നു അത്. മനുഷ്യൻ എത്ര സുന്ദരമായ പദമെന്ന് ലോകപ്രശസ്ത സാഹിത്യകാരൻ മാക്സിം ഗോർക്കി അമ്മ എന്നുള്ള പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഖണ്ഡികയിൽ എഴുതി. മനുഷ്യൻ എത്ര സുന്ദരമായ പദം. ആ വാചകം ഒരുപക്ഷെ ദാമോദരനെ ഉദ്ദേശിച്ചിട്ടാകാം എന്ന് ഞാൻ ഓർക്കുകയാണ്. ഗോർക്കി ജനിച്ചതിന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ദാമോദരൻ സഖാവ് ജനിക്കുന്നത്. സൗന്ദര്യം രൂപത്തിലല്ല, സൗന്ദര്യം പ്രവൃത്തിയിലാണ്, സൗന്ദര്യം ചിന്തയിലാണ്, സൗന്ദര്യം വാക്കിലാണെന്ന് സഖാവ് ദാമോദരൻ തൻ്റെ ജീവിത പഥത്തിലൂടെ കാണിച്ചു കൊടുത്തു. ആദിശങ്കരനിൽ തുടങ്ങി ഹെഗലിലൂടെ മാർക്സിലേക്ക് എത്തിയ അദ്ദേഹം ശങ്കരാചാര്യരുടെ ഫിലോസഫി അദ്ദേഹം വ്യാഖ്യാനിച്ചു. ഹെഗലിനെ കുറിച്ച് പറഞ്ഞു, മാർക്സിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ മാർക്സിസത്തിന്റെ അന്തസത്തയിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. മാർക്സിസം അവസാന വാക്കല്ല. മാർക്സിസം എപ്പോഴും നവീകരിക്കപ്പെടണമെന്ന് മാർക്സും പറഞ്ഞിട്ടുണ്ട്, എംഗൽസും പറഞ്ഞിട്ടുണ്ട്, ലെനിനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നവീകരിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ദാമോദരൻ എപ്പോഴും ശഠിച്ചു. മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് മാറ്റം മാത്രമാണെന്ന് പറഞ്ഞ ലോകതാത്വികാചാര്യനാണ് കാറൽ മാർക്സ്. ആ വചനമാണ് ഇദ്ദേഹം ഉൾക്കൊണ്ടത്. എല്ലാറ്റിനുപരി നിരന്തരമായ മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകം. പൊന്നാനിയിൽ ഇവിടെ സൂചിപ്പിച്ചുള്ള ബീഡി തൊഴിലാളി സമരം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ മാനവ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമെന്നാണ് അറബിക്കടലിന്റെ തിരമാലകൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആഞ്ഞടിക്കുമ്പോൾ ഇവിടെ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടും മനുഷ്യസാഗരം മലയടിച്ച് പൊന്നാനിയുടെ മേഖലകളിൽ ഇൻകുലാബ് സിന്ദാബാദും അല്ലാഹു അക്ബറും അവിടെ ഒരുമിച്ച് മുഴങ്ങാൻ കാരണം ദാമോദരൻ സഖാവിനോടുള്ള ജനസാഗരത്തിന്റെ അനന്യമായ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. എത്ര വലിയ മനുഷ്യൻ, മഹാമനുഷ്യനായിരുന്നു അദ്ദേഹം. സാധാരണ സഖാക്കളുടെ സഖാവെന്നറിയപ്പെടുന്ന കൃഷ്ണപിള്ളയും EMS-ഉം NC ശേഖറും ദാമോദരനും കൂടി കോഴിക്കോട് ചാലപ്പുറത്ത് 1933 അന്ന് ഔദ്യോഗിക ചെറിയൊരു യോഗം കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകണമെന്ന് ആഗ്രഹിച്ച നാൾ മുതൽ ജീവിതാവസാനം വരെ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെ നവീകരിച്ചുകൊണ്ട്, മാർക്സിസം എന്ന് പറഞ്ഞാൽ യാന്ത്രികമല്ല, ഒരു ഡോഗ്മാറ്റിക് ആവരുത് മാർക്സിസം. മാർക്സിസം എപ്പോഴും നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കണം, ഗമിക്കണമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ആരുടെ മുന്നിലും ശിരസ് നമിക്കാതെ മുന്നോട്ട് നടന്നു. തൻ്റെ പ്രത്യയശാസ്ത്രത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ അഗാധ തലങ്ങളിലെ വിജ്ഞാനം മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാവിധ അക്ഷരങ്ങളെയും ഗഹനമായി പഠിച്ച് വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ചൗവല്ലായുടെ മുഖത്ത് നോക്കി, ക്രൂഷ്ചേവിന്റെ മുഖത്ത് നോക്കി ഹോച്ചിമിനോടക്കം സംസാരിക്കാനുള്ള ധൈര്യം വരുന്നതും ആശയ ദൃഢത വരുന്നതും.
അതൊക്കെയാണ് നമ്മൾ സഖാവിൽ നിന്ന് പഠിക്കേണ്ടത് ഗഹനമായി പഠിക്കുക. രാഷ്ട്രീയം എന്നുള്ളത് ഉപരിപ്ലവമല്ല, രാഷ്ട്രീയം എന്നുള്ളത് ഗഹനമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് ഇന്ത്യൻ സഖാക്കളെ പഠിപ്പിച്ചിട്ടുള്ള മഹാനായ മനുഷ്യനായിരുന്നു സഖാവ് കെ ദാമോദരൻ. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു മനുഷ്യനെ നമ്മൾ ഓർക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യത്തെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന ആദ്യത്തെ മലയാളിയാണ് സഖാവ് കെ ദാമോദരൻ. പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യത്തെ മലയാളി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനോട് അന്ന് സംഘടിപ്പിച്ചു, കർഷക സംഘം സംഘടിപ്പിച്ചു, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ഗാന്ധിയനായിരുന്നു പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകളാ. പിന്നീടാണ് നേരത്തെ പറഞ്ഞ മഹാരഥന്മാരുടെ സ്വാധീനത്തിന്റെ ഫലമായി അദ്ദേഹം കമ്മ്യൂണിസത്തിലേക്ക് വന്നതും. പിന്നീട് അദ്ദേഹം ആരോടാ തർക്കിച്ചത് കേരളത്തിൽ താത്വികമായിട്ട്? ഒരാളെ പറയും, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ആരോടാണ് സംസാരിക്കുന്നത് നോക്കിയാൽ മതി, അയാളുടെ വലിപ്പം പറയാമെന്ന്. കെ ദാമോദരൻ സംസാരിച്ചത് ഈ കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്രകാരനായ എളംകുളം കുഞ്ഞമ്പിള്ള സാറിനോടും ജോസഫ് മുണ്ടശ്ശേരിയോടുമൊക്കെയാണ് തർക്കം നടത്തുന്നത്, നിസ്സാരന്മാരോടല്ല. ഹിമാലയം പോലുള്ള മനുഷ്യന്മാരുമായിട്ടാണ് താത്വികാവലോകനം, ചരിത്രപരമായിട്ടുള്ള അവലോകനം നടത്തുന്നത്. 1969 കോഴിക്കോട് സർവകലാശാലയുടെ ചരിത്ര പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി സ്റ്റഡി ബോർഡ് അന്ന് തീരുമാനിച്ചു ദാമോദരൻ എഴുതിയ കേരള ചരിത്രത്തിന്റെ 1-ാം ഭാഗത്തും പഠിച്ചുകൊണ്ട് അതിനെ ആസ്പദമാക്കിയിട്ട് പാഠ്യപുസ്തകം ഇറക്കാൻ. ഇതൊക്കെ വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രം എഴുതപ്പെട്ടിട്ടുള്ള അറിയുന്ന കാര്യമാണ്. ഒരു സർവകലാശാലയിലെ പുസ്തകം, ചരിത്ര പുസ്തകം എങ്ങനെ പാഠ്യപദ്ധതിയാക്കണമെന്ന് ഈ സഖാവിന്റെ പുസ്തകം പരിശോധിക്കാനാണ് അന്നത്തെ സ്കോളർ ബോർഡ് തീരുമാനിച്ചത്. അത്ര ഗഹനമായ, പണ്ഡിതോചിതമായ, അപാരമായിട്ടുള്ള പാണ്ഡിത്യത്തിന്റെ വിജ്ഞാന ഗോപുരം അതായിരുന്നു സഖാവ് കെ ദാമോദരൻ. അങ്ങനെയുള്ള മഹാൻ ജനിച്ചിട്ടുള്ള മണ്ണിൽ ജനിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യകരമായിട്ടുള്ള വസ്തുതയാണ്. അദ്ദേഹം അന്നേ വർഗീയതയ്ക്കെതിരെ പോരാടി. ആ ഭാരതീയ ചിന്ത എല്ലാവരും വായിക്കണം. അതിൽ ഇന്ത്യയുടെ പൈതൃകം, ഇന്ത്യയുടെ സംസ്കാരം, രാമായണം, ഭഗവത്ഗീത, മഹാഭാരതം, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, എല്ലാറ്റിനെയും കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ മുഖവരയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആത്മാവിനും മറ്റും വലിയ ശ്ലോകം തന്നെ, വേദമന്ത്രം തന്നെ ഉരുവിടുന്ന എഴുതി വെക്കുന്നുണ്ട്. സംഘച്ചൊദ്ദം സംഘബദ്ധം എന്ന് പറയുന്ന ശ്ലോകം, എല്ലാവരും ഒന്നിക്കുക, ഒരേ മനസ്സാവുക, ഒരുമിച്ച് നടക്കുക എന്നുള്ള ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് ദാമോദരൻ മുന്നോട്ട് പോകുന്നത്. അസാമാന്യമായ പ്രതിഭകളുടെ സംഗമത്തിന്റെ ഭൂമികയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം ആന്തരിക വിമർശനത്തിന്റെ ജീവിതമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെ സ്മരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സഖാക്കളുടെ മുന്നിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെ മുന്നിൽ അവശേഷിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദാമോദരന്റെ ജീവിതം. ആ ചോദ്യം എന്താ? ദാമോദരൻ സഖാവ് മരിച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞു ഇന്ന്. ആ ചോദ്യം ഇപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അകത്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്ത് ആന്തരിക വിമർശനത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ വിമർശനത്തിന്റെ തുടക്കം കുറിച്ച ആളാണ് അദ്ദേഹം. CPIയിൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്, അത് നമുക്ക് തന്നെ അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആന്തരിക വിമർശനത്തിന് സ്വാഗതം ചെയ്യുന്ന പ്രസ്ഥാനമാണ് CPI. എന്നാൽ മറ്റു പല പാർട്ടികളും ഇപ്പോഴും ആന്തരിക വിമർശനത്തിന് പോലും അനുവദിക്കുന്നില്ല എന്ന് ഇന്ത്യയിൽ കാണാം, കേരളത്തിൽ കാണാം. ആന്തരിക വിമർശനത്തിലൂടെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആവാതെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ള അനന്യമായ വലിയ സർഗസിദ്ധിയുടെ പ്രതീകമാണ് സഖാവ് കെ ദാമോദരൻ. ആ മഹാസഖാവിന്റെ, അനന്യമായ പ്രതിഭാശാലിയുടെ, മഹാമനുഷ്യന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികളും പ്രണാമങ്ങളും അർപ്പിക്കുന്നു. I was telling the comrades, Damodaran's peculiarity, most significant peculiarity was he was a critical insider. Historians called him a critical insider. So the question what remains today is how far the critical insider process can go on in the left movement even now. CPI allows it, but does the other parties allows it?
ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആന്തരിക വിമർശനത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് ഒരു പാർട്ടിയിൽ എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും പ്രസ്ഥാനം മുന്നോട്ട് പോവുക. നമ്മുടെ പാർട്ടി, ഇപ്പൊ നമുക്ക് പാർട്ടി സെക്രട്ടറി ആയാലും ജനറൽ സെക്രട്ടറി ആയാലും പാർട്ടി ഘടകത്തിൽ വിമർശിക്കാം, എല്ലാവരെയും വിമർശിക്കാം, സർഗാത്മകമായിട്ട്, തേജോവധമല്ല വിമർശനം, സർഗാത്മക ക്രിയാത്മക വിമർശനം നടത്താം. പക്ഷേ പലരും അതിന് മടിക്കുന്നു. ഭാരതീയ ചിന്ത എഴുതുന്ന കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ പല വിപ്ലവ കേസരികൾ പുച്ഛത്തോടുകൂടി സഖാവ് കെ ദാമോദരനെതിരായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ ഭാരതീയ ചിന്ത എഴുതിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു ഇഫക്റ്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇന്ത്യയിലെ മഹാപണ്ഡിതന്മാർ അതിനെ പ്രകീർത്തിച്ചതാണ്. പിന്നെ സഖാവ് പറഞ്ഞിട്ടുള്ള പ്രസംഗമൊക്കെ ഇവിടെ എല്ലാവർക്കും പറയാം. കൃഷ്ണദാസ് പറഞ്ഞു, ഞാനത് സൂചിപ്പിക്കേണ്ട കാര്യമില്ല. ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെപ്റ്റംബർ 1 നടത്താൻ പോകുന്ന റാലിയെക്കുറിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയായ ഫെഡറലിസത്തിന്റെ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ തകർക്കുന്നതിനെ കുറിച്ച്, ഈ കോക്രോച്ച് പാർട്ടി എങ്ങനെ വളരുന്നു, എങ്ങനെ അത് യുവാക്കളുടെ അസംതൃപ്തി, തൊഴിലില്ലായ്മ, ഇതിന്റെയൊക്കെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നൊക്കെയാണ് പ്രത്യക്ഷമായിട്ടും സഖാവിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് ചുമതലകളുണ്ട്. ഈ കേരളത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന് തോറ്റുവെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തോൽക്കലല്ല വിഷയം, പ്രത്യയശാസ്ത്രത്തിനെ മുൻനിർത്തി മുന്നോട്ട് പോകലാണ് വിഷയമെന്നുള്ള ആ ഒരു ധൈര്യമാണ്, ദൃഢതയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് എന്നാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപം. മിക്കവാറും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് കെ ദാമോദരൻ എന്ന് പറയുന്ന മഹാപ്രതിഭയെ എക്കാലത്തും മനസ്സിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് മുന്നോട്ട് നീങ്ങുക. അദ്ദേഹം 10-30ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. വായിക്കുക. മനുഷ്യൻ, മാർക്സിസ്റ്റ് പാഠാവലി, ധനശാസ്ത്ര പ്രവേശിക, ധനശാസ്ത്ര തത്വങ്ങൾ, ഇന്ത്യയുടെ ആത്മാവ്, ഭാരതീയ ചിന്ത, നാണയം, ഉറുപ്പിക, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ. സാമ്പത്തിക ശാസ്ത്രം, തത്വശാസ്ത്രം, ചരിത്രം, ശാസ്ത്രം, യുക്തിചിന്ത, ആത്മീയ ദർശനങ്ങൾ, ഇതിനെല്ലാം കുറിച്ച് ഈ സഖാക്കള് അതപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ട് വിൽക്കാൻ. അതൊക്കെ വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടൊരു ആശയപരമായ മുന്നേറ്റം. ഇപ്പൊ പറഞ്ഞു, അതും കൂടി സഖാവ് പറഞ്ഞു, സഖാവ് ബാലചന്ദ്രൻ കോമ്പോ പറഞ്ഞു, ആശയപരമായ പോരാട്ടമാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ആശയപരമായ പോരാട്ടത്തിന് നമ്മളെ കൈപിടിച്ച് അനയിക്കാൻ ഏറ്റവും ഉചിതമായിട്ട് സഖാവാണ് സഖാവ് കെ ദാമോദരൻ. അതുകൊണ്ട് ആ സഖാവിന്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് ഗമിക്കാം, ആ സഖാവിന്റെ പ്രവർത്തന പന്ഥാവിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ലാൽ സലാം.